നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നെന്താണ് ഒരു ശനി പിടിച്ച ദിവസം എടുത്തിട്ടുള്ള ഒരു വ്ളോഗ് എന്ന് വേണേൽ പറയാം കേട്ടോ. ഒട്ടും സുഖമില്ലാത്തൊരു ദിവസമാണ് ഇന്ന്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ലൈക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കും കേട്ടോ. വീഡിയോന് വ്യൂസ് ഉണ്ടെങ്കിലും തീരെ ലൈക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുക എന്താ കാണുമ്പോൾ ഒരു ലൈക്ക് കൊടുത്തൂടെ, അതിന് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവും ഒക്കെ ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പോൾ ഒരു ലൈക്ക് കൊടുക്കണേ. പിന്നെ ഇന്നെന്താ വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഞാനൊരു ഫുൾ ഡേ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ചില കാര്യങ്ങളുകൊണ്ട് എനിക്കിന്ന് ഒരു 11 മണിയൊക്കെ വരെയുള്ള ആ വീഡിയോ എടുക്കാനേ പറ്റിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബുക്ക് വായന വീണ്ടും തുടങ്ങിയാലോ എന്നുള്ള പരിപാടിയിൽ പുസ്തകങ്ങൾ എടുത്ത് പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ. നമുക്ക് വായിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വായിക്കുക, അതേപോലെ പുതിയ സിനിമകൾ കാണുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ സമയം നമുക്ക് കിട്ടാറില്ല. പിന്നെ അതിനായിട്ട് സമയം മാറ്റി വയ്ക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ തടസ്സപ്പെട്ട് പോകും. പക്ഷെ എന്നാലും ഈ വായിക്കുമ്പം ഒത്തിരി ഒത്തിരി ഗുണങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് നേരം നമുക്ക് വായനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഞാൻ 2 പുസ്തകങ്ങൾ എടുത്തു വെച്ചതാണ് കേട്ടോ. അപ്പോൾ 2 മുഴം മുന്നേ വായിച്ചിട്ടുള്ളതാണ്. അപ്പം എന്നാളൊരു ദിവസം പകുതി വായിച്ചിട്ട് വീണ്ടും മാറ്റി വെച്ചതായിരുന്നു. അതും ചേതൻ ഭഗതിൻ്റെ ഒരു ബുക്കും, മലയാളം ട്രാൻസ്ലേഷൻ. അപ്പോൾ അതുമാണ് ഞാൻ വായിക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് അച്ഛനെ ഞാൻ സ്കൂളിൽ പറഞ്ഞയച്ചില്ല. അവനൊരു കുഞ്ഞി പനിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പനി മാറിയിട്ട് സ്കൂളിലേക്ക് വിടാമെന്ന് വിചാരിച്ചിട്ട് അവനൊന്ന് വിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പുട്ടും കടലക്കറിയും പപ്പടമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ദോശയും ചപ്പാത്തിയും ഇത് രണ്ടും ഇങ്ങനെ മാറി മാറി, അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കും. ഉണ്ണിക്ക് സാൻഡ്വിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ രാവിലത്തെ പരിപാടികൾ കേട്ടോ. പണ്ട് എപ്പോഴും പിട്ട് ഇതന്നെയല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അച്ഛന് ഇഷ്ടമില്ല. അച്ഛന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇവിടെ ആരും അത് കഴിക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥ. ഉണ്ണി എന്നുവെച്ചാൽ എല്ലാ ഭക്ഷണവും കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അവന് മാത്രമായിട്ട് സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേണച്ച കഴിച്ചാൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരാനൊന്നും എനിക്ക് വയ്യാന്നൊക്കെ പറയണമെന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നുമെങ്കിലും പട്ടിണി കിടക്കണ കാണുമ്പം ആൾക്കാർ ചോദിക്കും, ഈ കുട്ടിക്കൊന്നും ഭക്ഷണം കൊടുക്കണില്ലേ, അല്ലെങ്കിൽ തന്നെ അച്ചു തടിയിലാണ്ടിരിക്കണേ, അപ്പം അമ്മ ഭക്ഷണം കൊടുക്കണില്ല എന്നും കൂടെ പരാതിയാവും. ഞാനിനി എന്തുണ്ടാക്കിയെന്ന് പറഞ്ഞാലും അവൻ കഴിക്കില്ല. അപ്പം അതുകൊണ്ട് അച്ഛന് ഇഷ്ടമുള്ള ഉണ്ടാക്കാന്നുള്ള ഒരു രീതിയിലേക്ക് ഇപ്പം ഞാനും വന്നു കേട്ടോ. വേറൊരു നിവൃത്തിയില്ലെങ്കിലും ഉണ്ണി അതിനായിട്ട് സഹകരിച്ചിട്ട് പോന്നു. കടലക്കറിയും പുട്ടൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷയില്ല, കഴിക്കില്ല. അവൻ കഴിച്ചില്ല കേട്ടോ. അവന് വായിക്ക് രുചി ഉണ്ടായിരുന്നില്ല. പനിയുള്ളതുകൊണ്ട് തന്നെ ചായ അവൻ കുടിക്കാറൊന്നുമില്ല. പക്ഷെ ചായ വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ട് ചായ ഉണ്ടാക്കിപ്പിച്ചതാണ്. അതും അവൻ കഴിച്ചില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് ഒരു തരി കഴിച്ചുവോ കഴിച്ചില്ലേ എന്നുള്ള അവസ്ഥയിലാണ് ആ പുട്ട് വയറ്റി പോയത്. അതിനുശേഷം അവനൊരു പനിയുടെ ഗുളിക, കഴിഞ്ഞ പ്രാവശ്യം പനി വന്നപ്പം ഡോക്ടർ എഴുതി തന്ന ഗുളിക ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് കൊടുത്തിട്ട് അവനോട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് നേരെ ഞാനത് അടുക്കളയ്ക്ക് വന്നു കേട്ടോ. അപ്പം ഇന്നൊരു പരീക്ഷണകാര്യം കൂടിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്രാവശ്യം പരിപ്പ് വാങ്ങിയപ്പം ചുവന്ന പരിപ്പെന്ന് എഴുതി കൊടുക്കാൻ മറന്നുകൊണ്ട് അവരിതേ സാധാരണ പരിപ്പാണ് കൊടുത്തയച്ചേട്ടോ. പിന്നെ ഞാനത് മാറ്റി കൊടുക്കാൻ പോയില്ല. അപ്പോൾ പരിപ്പ് ആദ്യം കുറച്ചെടുത്തിട്ട് ഇത്തിരി വെള്ളം കൂടി ചേർത്തൊന്ന് വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കുകയാണ്. കറി വെക്കുമ്പം ഞാൻ സാമ്പാർ മാത്രമാണ് പലപ്പോഴും കുക്കറിൽ വെക്കാറുള്ളത് കേട്ടോ. പിന്നെ പരിപ്പിട്ടിട്ടുള്ള കറികൾ വെക്കുമ്പോൾ കുക്കറിൽ പരിപ്പ് വേവിച്ചതിന് ശേഷം പിന്നെ പാത്രത്തേക്ക് മാറ്റി ഒഴിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ കുക്കറിൽ ഇതെല്ലാം കൂടെ കിടന്നിട്ട് ഇങ്ങനെ എനിക്കെന്തോ ഒരു സുഖം തോന്നില്ല കേട്ടോ. സാമ്പാർ പിന്നെ ഞാൻ കുക്കറിൽ തന്നെയാണ് വെക്കാൻ തുടങ്ങിയ കാലം മുതൽ കുക്കറിൽ തന്നെയാണ് വെക്കാറ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പരീക്ഷണക്കാരെയാണെന്ന്. മുന്നേ ഇൻസ്റ്റഗ്രാമിൽ എവിടെയോ ഒന്ന് കണ്ടതാണ് ബീട്രൂട്ട് വെച്ചിട്ടുള്ള പരിപ്പ് കൂട്ടാൻ. ഞാൻ ആദ്യമായിട്ടാണ് ആ വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെ വെക്കാലോ എന്ന് ഓർത്തത് കേട്ടോ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ കറി മധുരമുള്ള കറിയാവോ. മധുരമുള്ള കറിയാണെന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും ബീട്രൂട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടതല്ലേ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇന്ന് കറി വെക്കാനായിട്ട് എടുത്തത് കേട്ടോ. വലിയ ബീട്രൂട്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്നാകെ എടുത്ത് കറി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ പകുതി എടുത്തിട്ട് മാറ്റി വെച്ചു കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കാനോ അങ്ങനെ എന്തിനൊക്കെയും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പകുതി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു.
ഒരു കുക്കർ ഒരു 3 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ പരിപ്പ് എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ കുക്കറിൽ കൂട്ടാൻ വയ്ക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് സഹിക്കില്ല, എന്തോ അറിയില്ല. അപ്പോൾ ആ പരിപ്പ് നന്നായിട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തിരി വെള്ളം കൂട്ടി വെച്ചിട്ടാണ് ഞാൻ പരിപ്പ് വേവിച്ചേട്ടോ. എല്ലാ കറികളും ഉണ്ടാക്കുന്ന രീതി ഒരുപോലെ തന്നെയാണ്. കഷ്ണങ്ങളും കാര്യങ്ങളും മാറണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ഇതും അതുപോലെ തന്നെ പരിപ്പ് വേവിച്ചതിലേക്ക് ബീട്രൂട്ട് അരിഞ്ഞതും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തു. ഞാൻ അറിയാലോ കറികളിൽ മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ, മസാലക്കറികളിൽ മാത്രമേ ഇടാറുള്ളൂ. എന്നിട്ട് തക്കാളി ഇട്ടു, പച്ചമുളക് ഇട്ടു, എല്ലാം കൂടി നന്നായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് വേവിക്കുകയും ചെയ്യാം. ബീട്രൂട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ കുക്കറിലിടേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് തേങ്ങയാണ്. അപ്പം തേങ്ങ കുറച്ച് തേങ്ങ ചിരകി അത് അരയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ കറി കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നി കേട്ടോ, ഇത്തിരി പുളിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന്. ഇത്തിരി ഒരു തരി പുളി ഒഴിക്കാൻ, ഇപ്പം തക്കാളിയുടെ പുളി മാത്രം പോരാ. ഈ കറി ഇത്തിരി മധുരമുള്ള കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് പുളി ഉണ്ടെങ്കിൽ ആ മധുരമായിട്ട് നന്നായിട്ട് യോജിച്ച് പോകും തോന്നി കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ കറി വയ്ക്കാറുണ്ടോ? ഇതുപോലെ തന്നെയാണോ വയ്ക്കാറുള്ളത്? പുളി ചേർക്കാറുണ്ടോ ഒക്കെ പറയൂ കേട്ടോ. അപ്പം ഒരു 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ജീരകവും ചേർത്തിട്ടാണ് തേങ്ങ നരച്ചെടുക്കണേ കേട്ടോ. അപ്പം കറിയുടെ കഷ്ണമൊക്കെ വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കറിയുടെ കളറൊക്കെ മാറി നല്ല ചുവന്ന കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരച്ചതും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി കൂട്ടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ലൂസാക്കിയിട്ട് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് വറവിടണേ. കടുകും ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും. കറി വേഗം പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അടച്ച് വെച്ചു കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് ഞാൻ ചെറുപയർ മുളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ അതുകൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാനിങ്ങനെ മക്കളോടും കൂടെ അഭിപ്രായം ചോദിച്ചപ്പം അത് ഉപ്പേരി വേണ്ട, അതുകൊണ്ട് സാലഡ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ പച്ചപ്പയറുണ്ട് ഒരു മെഴുക്ക് വരട്ടയാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഒരാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയുന്നത് മറവിയാണെന്ന്. അപ്പോൾ എനിക്ക് ഒത്തിരി പേര് പറഞ്ഞു, കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ശരിയായിട്ടുള്ള കാര്യമാണ് പറഞ്ഞതെന്ന്. മറക്കുക എന്ന് പറയുന്നതിനെക്കാട്ടിലും വലിയൊരു ക്രൂരത വേറെ ഇല്ലയെന്ന്. ക്രൂരതയല്ല കേട്ടോ, നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു. നമ്മൾ ഇതിങ്ങനെ ഓർമ്മ ഒരു അനുഗ്രഹം തന്നെയാണ്, പക്ഷെ മറവി അതിനും വലിയ അനുഗ്രഹമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് എന്തിനാണ് ഒരു കാര്യമില്ലാത്ത കാര്യങ്ങൾ കുറേ ഓർത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കില്ലേ, ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മൾ പ്രേമം സിനിമയിൽ മലരിന് ആക്സിഡൻറ്റ് വന്നിട്ടെല്ലാം മറന്നു പോകുന്നൊരു സമയമില്ലേ, അതുപോലെയൊക്കെ നമ്മുടെ ലൈഫിൽ വന്നിരുന്നെങ്കിൽ പെട്ടെന്നൊരു ദിവസം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അതുവരെയുള്ളതൊക്കെ മറന്നു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അതെനിക്ക് മാത്രമാണോ തോന്നുന്നതെന്ന് അറിയില്ല കേട്ടോ. ചില മനുഷ്യരുണ്ട്, എന്നെപ്പോലുള്ള മനുഷ്യരുണ്ട്, സ്നേഹിക്കുമ്പോൾ ജീവൻ കൊടുത്ത് സ്നേഹിക്കും. ആ സ്നേഹം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. സ്നേഹത്തിനൊരു പരിധി ഉണ്ടല്ലോ. നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ എന്തും കൊടുക്കുമ്പോൾ അത് ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ബുദ്ധിമുട്ടാണ് പിന്നെ വലിയ വലിയ വേദനകളായിട്ട് നമുക്ക് തിരിച്ച് കിട്ടുന്നത്, സ്നേഹം കൊടുത്ത് വാങ്ങുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും, ഒരുപാട് സ്നേഹിച്ച് നമ്മൾ മനുഷ്യരുടെ അടുത്തുനിന്ന് വേദനകൾ വാങ്ങിക്കുന്നേക്കാൾ നല്ലത് ഒരു ഉറക്കത്തിൽ എഴുന്നേറ്റ് വരുമ്പം ഇതെല്ലാം മറന്നുപോയി വീണ്ടും നമ്മൾക്ക് ഒരു പുതിയ ജീവിതം, പഴയ ഓർമ്മകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകളൊന്നും മനസ്സിൽ വരാതെ. എന്ത് രസമല്ലേ സിനിമയിലൊക്കെ ഇതേപോലെ ഒരു പാട്ട് സീൻ കഴിഞ്ഞാൽ എല്ലാം പുതിയതായി കലങ്ങി തെളിഞ്ഞു. പക്ഷെ ജീവിതത്തിൽ അതുപോലത്തെ ഒരു അവസരം കിട്ടുമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. സാലഡും ചോറും കൂടിയിട്ട് എന്ത് കോമ്പിനേഷനാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ഇവിടെ ചോറില്ലാണ്ട് പറ്റില്ല. ഒരു പിടിയെങ്കിൽ ഒരു പിടി ചോറുണ്ടാലേ എണീറ്റ് നടക്കാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഇതിപ്പം വിളമ്പുന്നത് ഉണ്ണിക്കാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിയും സാലഡും പിന്നെ ഒരു 2 ചട്ടകം ചോറും കൂടിയിട്ടാണ് അവന് വിളമ്പി കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും ഇന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകാനുള്ള ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അച്ഛന് പനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴേക്കും ഒരു നേരമാവും എന്നുള്ള രീതിയിൽ നമ്മൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. ഈ കറി കുറച്ച് നേരം വെച്ചിരുന്ന് വന്നപ്പോഴത്തേനും നല്ലോണം കളറ് മാറിയിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ കുറുകി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞാനും ചോറ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ചോറ് കുറച്ചേ കഴിക്കുള്ളൂ എന്ന് പരാതിയാണ്, എനിക്ക് തന്നെ പരാതിയാണ്. അപ്പം ഇന്ന് ഞാൻ കുറേ അധികം സാലഡും എൻ്റെ പ്ലേറ്റ് ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പയറുപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. പയറുപ്പേരിയിൽ എൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാറാണ്. സാമ്പാറും ഒരു കൊണ്ടാട്ടമുളകും പയറുപ്പേരിയും. പക്ഷേ ഇപ്രാവശ്യം ഞാനത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.